ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ റെറ്റിനോളിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് യൂറോപ്യൻ യൂണിയൻ അവരുടെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കാനിടയായി. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ അത് അറിയിക്കാനാണ്. കാരണം ഒരുപാട് പേർക്ക്, നമ്മളെ ഏജുള്ളവർ ഒരുപാട് പേർക്ക് റെറ്റിനോൾ അത് എത്ര യൂസ് ചെയ്യണം, എത്ര യൂസ് ചെയ്താലാണ് അത് നമ്മുടെ മുഖത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തിനോ ഒക്കെ അത് ശരിയാകുന്ന, നമ്മുടെ സ്കിന്നിന് അത് ശരിയാകുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇപ്പം യൂറോപ്യൻ യൂണിയൻ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് 2025 നവംബർ തൊട്ട് അത് പ്രാബല്യത്തിൽ വരും. യൂറോപ്യൻ യൂണിയൻ്റെ തീരുമാനം അനുസരിച്ച് റെറ്റിനോൾ നമ്മൾ മുഖത്തേക്ക് 0.03%, ശരീരത്തിന് 0.05% യൂസ് ചെയ്യാവൂ. കാരണം ഒരുപാട് ബ്രാൻഡ്സുകൾ അവരുടെ പ്രോഡക്ട്സിൽ റെറ്റിനോളിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് ചേർത്തിരിക്കുന്നത്. അവരുടെ ആൾക്കാരുടെ സ്കിന്നിൽ അത് ഒരുപാട് ദോഷം സംഭവിക്കും. അവർ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ 0.03% മുഖത്തേക്കും 0.05% നമ്മുടെ ബോഡിയിലേക്കുമാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ ചെയ്യുമ്പോൾ ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്, പക്ഷേ ജനങ്ങൾക്ക് അത് അറിയാൻ വയ്യാതെ ഒരുപാട് യൂട്യൂബേഴ്സ് പലതരത്തിലുള്ള വീഡിയോസും ഇട്ട് ഒരുപാട് കൂടുതൽ കോൺസെൻട്രേഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സെൽ ടേൺ ഓവർ പെട്ടെന്നുണ്ടാകും, നിങ്ങൾ ചെറുപ്പമായിട്ടിരിക്കും, റിങ്കിൾസ് എല്ലാം പോകും, ഇങ്ങനെയുള്ള പല വീഡിയോസും ഇറങ്ങുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ചെറിയ കോൺസെൻട്രേഷനിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് എന്നും നമ്മൾ അത് ഇടുന്ന രീതിയൊക്കെ ഞാൻ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് യൂസ് ചെയ്യണമെന്നാണ്. അത് നമുക്ക് പ്രയോജനം ചെയ്യും. പക്ഷേ പലരും അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി ഒരുപാട് കോൺസെൻട്രേഷൻ കൂടിയതെടുത്ത് യൂസ് ചെയ്യുകയും അപ്പോൾ അത് സ്കിന്നിന് അതിൻ്റെ ഒരുപാട് ദോഷങ്ങളായിട്ടാണ് അത് ഭവിക്കുന്നത്. കാരണം ഫ്ലേക്കിംഗ് ഉണ്ടാകും. ഫ്ലേക്കിംഗ് എന്ന് പറഞ്ഞാൽ സ്കിന്നൊക്കെ ഉരിഞ്ഞ് ഒരുപാട് അങ്ങ് ഉരിഞ്ഞു പോകും. പിന്നെ ഒരുപാട് സെൻസിറ്റീവ് ആകും. ഈ സെൻസിറ്റീവ് ആകുമ്പോൾ പിന്നെ നമുക്ക് ഒരു പ്രോഡക്ട്സും നമ്മുടെ സ്കിന്നിലേക്ക് ഇടാൻ പറ്റാതാകും. പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ ആ സെൻസിറ്റീവ് ആവുന്നതോടുകൂടി നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വൈറസും ബാക്ടീരിയ എല്ലാം നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. ഇത് ബോഡിയുടെ ഉള്ളിലേക്ക് പോവുകയും ഉള്ളിലുള്ള അവയവങ്ങൾക്ക് വരെ ദോഷം സംഭവിക്കാൻ ചിലർക്കെങ്കിലും അത് ഇടയാക്കുന്നുണ്ട്. ചെറിയ കോൺസെൻട്രേഷനിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ടും നല്ലതാണ്. ഒരുപാട് പേർക്ക് എക്സ്ട്രാ ഡ്രൈനസ് കൊടുക്കുകയാണ്. ഈ എക്സ്ട്രാ ഡ്രൈനസ് കാരണം ഇവർ വിചാരിക്കുന്നത് ഇത് ഇടുന്നത് കൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലാകത്തതുമില്ല. അപ്പോൾ എക്സ്ട്രാ ഡ്രൈനസ് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ ഉണ്ടാക്കും അവരുടെ സ്കിന്നിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ദോഷവശങ്ങളുണ്ട്. അപ്പം നമ്മളെപ്പോഴും എന്ത് പ്രോഡക്റ്റ് ആയാലും നമ്മൾ ചെറിയ രീതിയിൽ ചെറിയ കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമേ കുറച്ചുകൂടെ മുമ്പോട്ട് അതിന് കൊണ്ടുപോകാം. അപ്പോൾ റെറ്റിനോൾ എന്ന് പറയുന്നത് തന്നെ എന്തുവാണ്? വൈറ്റമിൻ എന്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. വൈറ്റമിൻ എ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് ഒരുപാട് നമ്മുടെ വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങളും ഉണ്ട്. പക്ഷെ ഭക്ഷണങ്ങളിൽ കൂടെ നമ്മുടെ സ്കിന്നിനെ ഒരു പരിധി വരെ ശരിയാക്കാൻ പറ്റും. അപ്പോൾ ഭക്ഷണങ്ങളോടൊപ്പം ഇതും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ലതാവും വെച്ചാൽ ആൻറ്റി ഏജിങ് കുറയ്ക്കും, റെഡ്യൂസ് ചെയ്യും, റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. വൈറ്റമിൻ എ കൂടുതലും ഉള്ളത് നോൺ വെജ് ഭക്ഷണങ്ങളിലാണ്. പക്ഷേ നോൺ വെജോ ഇങ്ങനെയുള്ള വലിയ ഭക്ഷണങ്ങളോ ഒന്നും നമ്മൾ ഒരുപാട് കഴിക്കാറുമില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്കിന്നിലേക്ക് കുറച്ചുകൂടെ നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സ്കിന്നിലേക്കുള്ള പ്രോഡക്ട്സും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നു. വൈറ്റമിൻ എ ഫുഡിൽ നിന്ന് നമുക്ക് സെൽ ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യുകയും ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇമ്പ്രൂവ് ചെയ്യുകയും കണ്ണിൻ്റെ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യുകയൊക്കെ വൈറ്റമിൻ എ ഫുഡ് കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളാണ്. പക്ഷേ സ്കിന്നിലും അത് ഉപയോഗം വരുമെന്നുണ്ടെങ്കിലും അത്രത്തോളം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ വൈറ്റമിൻ എയുടെ ഒരു ഇതാണ് റെറ്റിനോൾ. അപ്പോൾ റെറ്റിനോൾ യൂസ് ചെയ്യണമെന്ന് പറയണം. ഇത് സെൽ ടേൺ ഓവർ ഉണ്ടാകുകയും റിങ്കിൾസും ഫൈൻ ലൈൻസും എല്ലാം റെഡ്യൂസ് ചെയ്യാനും എല്ലാം ഉപകരിക്കും. പക്ഷേ ഒരുപാട് പേര് അറിഞ്ഞുകൂടാതെ റെറ്റിനോൾ ഒരുപാട് കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്ത് അതിൻ്റെ മറ്റൊരു വശമാണ് അവർ കാണുന്നത്, ഒരു നെഗറ്റീവ് വശമാണ് കണ്ടുവരുന്നത്. അതൊരിക്കലും പാടില്ല. ഇനി റെറ്റിനോൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഡോക്ടേഴ്സിനെ കാണാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടിട്ട് അത് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് തൈറോയിഡ്, പല ഹോർമോൺ അസുഖങ്ങൾ എല്ലാം വരാം. അതുകൊണ്ട് എല്ലാം നമ്മൾ ഉള്ളിലേക്കും നമ്മൾ കഴിക്കണം. നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളും അതായത് നമ്മൾ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളും കഴിക്കണം. ഒപ്പം നമ്മൾ മുകളിൽ നിന്ന് സ്കിന്നിലേക്ക് വേണ്ട കാര്യങ്ങളും കൊടുക്കണം. അപ്പം അങ്ങനെ രണ്ടും കൂടെ ബാലൻസ് ചെയ്താൽ മാത്രമേ പിന്നെ പ്രത്യേകിച്ച് നല്ല ഉറക്കം, നല്ല അന്തരീക്ഷം, നമ്മുടെ ചുറ്റുപാടെന്ന് വെച്ചാൽ ചുറ്റുപാടുള്ള സൗന്ദര്യമല്ല ഞാൻ പറയുന്നത്, ചുറ്റുപാടുള്ള നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ പോസിറ്റീവ്നെസ്, നമുക്ക് സന്തോഷം തരുന്ന ആൾക്കാരാണോ, ഇതെല്ലാം കൂടെ
നോക്കുമ്പോഴാണ് നമ്മുടെ ആരോഗ്യം ഈ ഒരു പ്രായം കഴിഞ്ഞാലും നല്ലതായിട്ട് പോകുന്നത്. പിന്നെ വൈറ്റമിൻ എ എന്ന് പറയുന്ന ഒരു ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻ ആണ്. അതേസമയം വൈറ്റമിൻ ബിയും സിയും ഒക്കെ പിന്നെ വാട്ടർ സോല്യൂബിൾ ആണ്. അതായത് നമ്മളിപ്പോൾ കഴിച്ചാൽ പോലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് പോകും, എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. പക്ഷേ വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോകത്തില്ല. അത് ഫാറ്റ് സോല്യൂബിൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റിലാണ് അത് അടിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വൈറ്റമിൻ എയുടെ ഭക്ഷണങ്ങളായിരുന്നാലും നമ്മൾ ഒരുപാട് വൈറ്റമിൻസ് കഴിക്കുമ്പോഴും നമ്മൾ ഒരു ക്രമത്തിലേ കഴിക്കാവൂ. അല്ലാതെ നമ്മൾ എന്നും ഒരുപോലെ കഴിച്ചുകൊണ്ടിരിക്കരുത്. അത് നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ടേ ഭവിക്കുകയുള്ളൂ. 0.1% റെറ്റിനോൾ പോലും നമ്മുടെ ശരീരത്തിലോ നമ്മുടെ സ്കിന്നിലോ ഒരുപാട് മാറ്റം കൊണ്ടുവരും. ഇപ്പം അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 0.3 വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 0.1 പോലും നമ്മുടെ മുഖത്തിന്, നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷേ ആൾക്കാർക്ക് അത് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അവർ ആദ്യമേ തന്നെ ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകും. ഇനി കുറച്ച് നാൾ കഴിയുമ്പം പിന്നീട് എനിക്ക് തോന്നുന്നു നവംബർ 2025 തൊട്ട് ഇപ്പം പുതിയ പ്രോഡക്ട്സുകളൊന്നും ഇനി ഇതിൽ കൂടുതലുള്ള കോൺസെൻട്രേഷനിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ ചില ബ്രാൻഡ്സുകളുണ്ട് ഇത്ര കോൺസെൻട്രേഷൻ ആണെന്ന് പറഞ്ഞാൽ അവർ ചെറിയ കോൺസെൻട്രേഷനാണ് അതിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ അവരതിൽ എഴുതിയിരിക്കുന്നത് ഹയർ കോൺസെൻട്രേഷൻ. അങ്ങനെയും ചില പ്രോഡക്ട്സുകളുണ്ട്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, അവരുടെ ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള പ്രോഡക്ട്സുകൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പം ഇനി അവരുടെ കൺട്രി അത് സ്വീകരിക്കുകയോ അവിടെ ഉണ്ടാക്കുകയോ ചെയ്യത്തില്ല. അപ്പോൾ അത് പിന്നെ നമ്മുടെ കൺട്രിയിലേക്കും അത് മാറി മാറി വരും. നമ്മളിപ്പോഴും വെളിയിലുള്ള ഒരുപാട് പ്രോഡക്ട്സുകൾ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ വാങ്ങുമ്പോഴും റെറ്റിനോൾ അടങ്ങിയ ക്രീംസ് ആണെങ്കിൽ പോലും ക്രീംസിലൊക്കെ വേറെയും പല കാര്യങ്ങൾ അതിലോട്ട് ഇൻഗ്രീഡിയൻസ് അതിലോട്ട് ചേർക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലും നമ്മളെ അത് നമ്മുടെ സ്കിന്നിനെ അത് ബാധിക്കില്ല. അതേസമയം റെറ്റിനോൾ സിറംസ്, അത് നമ്മൾ റെറ്റിനോൾ മാത്രമുള്ള സിറംസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്നിനെ അത് ഒരുപാട് ഹയർ കോൺസെൻട്രേഷനിലുള്ള യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്നിനെ അത് ബാധിക്കുന്നത്. ഇനി കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ വരാൻ പോണ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഒരുപാട് റെറ്റിനോളിന് പകരമുള്ള വേറെ ഒരുപാട് നല്ല പ്രോഡക്ട്സുകളുണ്ട്, നല്ല ഓയിൽസുകളുണ്ട്. ഇതെല്ലാം അവർ കൂടുതൽ ചേർക്കാൻ തുടങ്ങും. നല്ല നല്ല പ്രോഡക്ട്സുകൾ അവർ വെളിയിൽ ഇറക്കുകയും ചെയ്യും. അപ്പം ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ റെറ്റിനോൾ വാങ്ങാൻ പോകുമ്പോൾ ഇതെല്ലാം മനസ്സിൽ കരുതിയിരിക്കണം. ഒരുപാട് ഹയർ കോൺസെൻട്രേഷനുള്ള റെറ്റിനോൾ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യരുത്. ചെറിയ കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ രാത്രി മാത്രമേ യൂസ് ചെയ്യാവൂ. ഒരിക്കലും റെറ്റിനോൾ പകൽ യൂസ് ചെയ്യരുത്. അതുപോലെ റെറ്റിനോൾ രാത്രി യൂസ് ചെയ്യണമെങ്കിൽ പകൽ സൺസ്ക്രീൻ മസ്റ്റാണ്. കാരണം റെറ്റിനോൾ നമ്മൾ രാത്രിയിൽ ഇട്ടിട്ട് പകൽ സൺസ്ക്രീനൊന്നും ഇല്ലാതെ വെളിയിൽ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നാൽ അത് ഒരുപാട് സൺ ടാനും സൺ ഡാമേജും നമ്മുടെ സ്കിന്നിലേക്ക് വരുത്തും. അപ്പം ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ റെറ്റിനോളുടെ സിറംസോ ക്രീംസോ ഒക്കെ വാങ്ങുമ്പോൾ സൂക്ഷിച്ച് വാങ്ങുക, യൂസ് ചെയ്യുക. പിന്നെ എല്ലാ ബ്രാൻഡ്സിനും യൂറോപ്യൻ യൂണിയൻ അവരുടെ റൂൾസ് അറിയിച്ചിട്ടുണ്ട്. 3 വർഷത്തിനകം പുതിയ പ്രോഡക്ട്സുകൾ റീമാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ടോട്ടലി ഇവരെടുത്ത് കളയും. അല്ലെങ്കിൽ തന്നെ നവംബർ 25 തൊട്ട് ഇനി ഇതിൽ കൂടുതലുള്ള കോൺസെൻട്രേഷനിൽ കൂടുതലുള്ള പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യാൻ അവർ അനുവദിക്കത്തില്ല. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലേക്കും വരണം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് അറിവില്ലാത്ത ആൾക്കാർ സ്കിന്നിനെ കുറിച്ച്, ഈവൻ ഹെയർ ഡൈയെ കുറിച്ച് പോലും എങ്ങനെ ഇടണമെന്നോ എങ്ങനെ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്താൽ തന്നെ അത് മുടി എല്ലാ കാലം കറുത്തിരിക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പോലും ഉണ്ട്. അപ്പം ഈ ഒരു കൊച്ചു ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും കരുതുന്നു. ഓക്കെ, ബൈ. ഇനി ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ലവ് യു ഓൾ.